ഐ എം സോ ബാഡ് അറ്റ് അയണിങ്. ഞാൻ എത്ര അയൺ ചെയ്താലും ഇതിങ്ങനെ ചുരുണ്ടടക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ. ആണോ? പക്ഷെ ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വണ്ടിയാണ് കുറച്ചുകൂടെ പെട്രോളിനൊക്കെ വില കൂടില്ലേ. സെക്കൻഡ്സ് വരെ നന്നായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വ്ലോഗാ യൂട്യൂബ് ചാനൽ പഴശ്ശിരാജൊക്കെ കാണിച്ചു സിനിമ കാണിച്ചു. വേറെ ലാംഗ്വേജ് ഉണ്ടാവും. പക്ഷെ വേറെ ലാംഗ്വേജിൽ സിനിമയൊക്കെ കാണിച്ചു. അത് കളയൂലല്ലോ. ഒരു ഇതുണ്ട് സയന്റിസ്റ്റിന്റെ നെയിമും ആ പശ്ചാത്തലമുള്ള റോബോട്ട് അതിൽ റോബോട്ടുക്ക് കൊടുത്ത് ഡാഷ് കൊടുക്കും. റോബോട്ടും ഡാഷ് കൗണ്ട് ഔട്ട് അഞ്ചു ആതിര
ആരുടെ നായകന്മാർ ഇതെന്താ പേരില്ല വീട്ടിൽ വരുന്നില്ല. നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മിസ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ കോൺഷ്യസ്ലി മിസ് ചെയ്തതാണ്. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നതോ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതോ അങ്ങനത്തെ വീഡിയോസൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ബിക്കോസ് ഒന്നാമത് എനിക്ക് ഇന്ന് അവർ വളരെ കുറവായിരുന്നു. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. അപ്പം ഇന്ന് അവർ കുറവായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ലാസ്റ്റ് അവർ 8-ലായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് ടൈമിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനോ അത് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദ സ്കൂളാണ് ആ ഒരു ഇത്. പിന്നെ നമുക്ക് ഈ ICT വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകാം, അതായത് ഫോൺ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരെ ഫേസ് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എവിടേക്കോ ചെറിയൊരു ക്ലിപ്പിലൊക്കെ ഫേസ് കാണിച്ചിട്ടുണ്ടാവും. എന്നാലും അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഇന്ന് തീരെ ക്ലാസ് പോയിട്ടില്ല എന്നോ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല എന്നോ ഒന്നുമല്ല, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനതിൽ എന്താ പറയുക ചേർക്കാതിരുന്നതാണ്. പിന്നെ പൊതുവേ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗാണ്. ഞങ്ങൾക്ക് അധികം ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെസൺ പ്ലാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മുടെ കൺസേണിങ് ടീച്ചറിനെ ലെസൺ പ്ലാൻ കാണിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ കൺസ്ട്രക്റ്റീവ്സ് മോഡലിൽ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുക. പിന്നെന്താ, ആ ഒരു റുട്ടീനാണ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് അവർ ആയപ്പോഴത്തേക്കും ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കുറച്ചു. ഞാൻ ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഏകദേശം ഒന്ന് ഇവിടെ ഇരുന്ന് നാളത്തേക്കുള്ള ലെസൺ പ്ലാൻ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലെസൺ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം അത് കൺസേൺ ടീച്ചേഴ്സിനെ കാണിച്ചിട്ട് അവരുടെ സൈൻ വാങ്ങിയതിന് ശേഷമാണ് ക്ലാസ് കയറുക. ഇതൊക്കെ ഈ പറയുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ സ്കൂൾ യു ഗോ എന്നാൽ യു ചൂസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവർക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ഡിപ്പെൻസ് ഓൺ ദ സ്കൂൾ യു ചൂസ് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഇപ്പം ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഈ ഒരു സമയം പറയാറ്. അതായത് ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. പറയുന്ന സമയത്ത് സാധനങ്ങൾ തീർക്കാൻ പറ്റാതെ വരും, ഒരുപാട് വർക്ക്സ് പൈൽ ഓഫ് ചെയ്ത് വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേർക്ക് അത് ഭയങ്കര ബേർഡനായിട്ട് തോന്നും. ചിലർ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും. കാരണം ഈ ഒരു പ്രൊഫഷനോട് താല്പര്യത്തോടു കൂടി വന്ന് അതിൻ്റേതായ രീതിയിൽ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാകും. ചിലർ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ ഈസ് ആയിരിക്കും. അപ്പം ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഓഫ് മെൻറ്റാലിറ്റി. നമ്മുടെ മെൻറ്റാലിറ്റിയും കൂടിയാണ് ഏതൊരു കാര്യത്തിനോടും ഉള്ള നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയും ഇതിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഒരു ചെറിയൊരു വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ടീച്ചർ ട്രെയിനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ തന്നെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോയാലും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്നൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പെൻസ് അപ്പോൺ ദ സ്കൂൾ യു ചൂസ്, അതുപോലെ തന്നെ ദ മെൻറ്റാലിറ്റി യു ഡെവലപ്ഡ്. അത് രണ്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഫാക്റ്റാണ്. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. So thank you for watching this vlog and stay tuned for the next. Bye bye.